കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി ജയിലിൽ തുടരും. ശിക്ഷാവിധി ഹൈക്കോടതി മരവിപ്പിച്ചില്ല. ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, എന്തൊക്കെയാണ് വിശദാംശം? പൾസർ സുനിയെ കഴിഞ്ഞ ഡിസംബർ 12-നാണ് വിചാരണ കോടതി ശിക്ഷ വിധിച്ചത്. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 വർഷം തടവും പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. ഈ ശിക്ഷ മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പൾസർ സുനി അടക്കം ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ വളരെ വിശദമായ വാദം കേൾക്കുകയുണ്ടായി. പൾസർ സുനി ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത് ഈ കുറ്റകൃത്യം അപകീർത്തികരമായ ദൃശ്യം ചിത്രീകരിച്ചു എന്ന് പറയപ്പെടുന്ന മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഫോൺ കണ്ടെത്താതെ അതിൽ ദൃശ്യങ്ങൾ പകർത്തി എന്ന് പറയുന്നത് നിയമപരമായി നിലനിൽക്കില്ല എന്നതടക്കമുള്ള വാദങ്ങളൊക്കെയാണ് പൾസർ സുനി കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഈ ഹർജിയിൽ ഈ ആക്രമിക്കപ്പെട്ട നടി ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് നടന്നത് ഹീനമായ കുറ്റകൃത്യമാണ്. 1-ാം പ്രതി കുറ്റക്കാരനാണെന്ന് വിചാരണ കോടതി കണ്ടെത്തിയതാണ്. ഈ ശിക്ഷ മരവിപ്പിച്ചാൽ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കുറച്ചു കാണുന്നു എന്ന് കരുതും എന്ന തരത്തിൽ വളരെ ശക്തമായ വാദം ഉന്നയിക്കുകയുണ്ടായി. ഈ വിശദമായ വാദം കേട്ടാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പൾസർ സുനിയുടെ ശിക്ഷ മരവിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അത്തരമൊരു അസാധാരണ സാഹചര്യം ഈ കേസിലില്ല എന്ന് വിലയിരുത്തിക്കൊണ്ട് പൾസർ സുനിയുടെ ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളുകയായിരുന്നു. ഉമേഷ്, പൾസർ സുനിയെ സംബന്ധിച്ച് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അയാളെ കോടതി ശിക്ഷിച്ചത്. പക്ഷേ ഇവിടെ ഉന്നയിക്കുന്ന വാദം, മൊബൈൽ ഫോൺ കണ്ടെത്തിയില്ല എന്നുള്ള വാദം ഹൈക്കോടതി തീർത്തും അവഗണിക്കുകയാണ്, തള്ളിക്കളയുകയാണ് അല്ലേ? കാരണം അത്തരം വാദങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല എന്നുള്ളത് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് കണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അസാധാരണ സാഹചര്യം ഇപ്പോൾ ഇല്ല. ഇയാൾ കുറ്റവാളിയാണ്, കൊടും കുറ്റവാളിയാണ് എന്ന് വിലയിരുത്തി തന്നെയാണ് വിചാരണ കോടതി ഇയാൾ 1-ാം പ്രതിയായി പോലീസ് കണ്ട പൾസർ സുനിയെ വിചാരണ കോടതി ഇയാൾക്ക് ശിക്ഷ വിധിച്ചത്. 20 വർഷം തടവും പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. പൾസർ സുനിയാണ് ഇതിലെ 1-ാം പ്രതി. ഈ ഘട്ടത്തിൽ മറ്റ് വാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. അങ്ങനെ ഒരു അസാധാരണ സാഹചര്യം ഈ കേസിലില്ല. മാത്രമല്ല, ഇയാൾ കൊടും കുറ്റവാളിയാണ് എന്നുള്ള ഈ നടിയുടെ വാദവും കോടതി കണക്കിലെടുത്തു. ഈ ഘട്ടത്തിൽ അങ്ങനെ ഇത്രയും കുറ്റവാളിയായ ഒരാൾക്ക് അയാളുടെ ശിക്ഷ മരവിപ്പിച്ചാൽ അത് തെറ്റായ സന്ദേശമായിരിക്കും സമൂഹത്തിന് നൽകുക എന്നതടക്കമുള്ള കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ അസാധാരണ സാഹചര്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഡിവിഷൻ ബെഞ്ച് പൾസർ സുനിയുടെ ശിക്ഷ മരവിപ്പിക്കണം എന്ന ആവശ്യം തള്ളിയിരിക്കുന്നത്. ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.